നമസ്കാരം. ദരിദ്രരെയും ആലംബഹീനരെയും ചേർത്തു പിടിക്കാത്തവർ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് നിഷേധിക്കുന്നതെന്ന് ലിയോ 14 മാർപ്പാപ്പ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ക്രിസ്മസ് ദിവ്യബലി മധ്യയാണ് അദ്ദേഹം ഈ ശക്തമായ സന്ദേശം നൽകിയത്. യേശുവിന്റെ ജനനത്തിലൂടെ ഓരോ മനുഷ്യനിലും ദൈവസാന്നിധ്യം ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ അപരിചിതരെ സഹായിക്കുന്നത് ദൈവികമായ കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദരിദ്രരെയും അപരിചിതരെയും സഹായിക്കണമെന്നും അവരെ തള്ളിക്കളയുന്നത് ദൈവത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണെന്നും വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് ലിയോ 14 മാർപ്പാപ്പ. തന്റെ പദവിയിലെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷത്തിലാണ് മാർപ്പാപ്പ ഈ സുപ്രധാന സന്ദേശം പങ്കുവച്ചത്. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാത്തത് ദൈവത്തെ നിരസിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യേശുവിന്റെ ജനനത്തിലൂടെ ഓരോ വ്യക്തിയിലുമുള്ള ദൈവ സാന്നിധ്യം തെളിയിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 മെയ് മാസത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ ക്രിസ്മസ് കുർബാനയായിരുന്നു ഇത്. അമേരിക്കയിൽ ജനിച്ച ആദ്യ മാർപ്പാപ്പ എന്ന പ്രത്യേകതയും ഇദ്ദേഹത്തിനുണ്ട്. മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ഡിസംബർ 25 രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്മസ് ദിന കുർബാന അർപ്പിക്കുന്ന പാരമ്പര്യം അദ്ദേഹം വീണ്ടും കൊണ്ടുവന്നു. ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും അറുതി വരുത്തി ക്രിസ്മസ് ദിനത്തിലെങ്കിലും സമാധാനം പാലിക്കണമെന്ന് അദ്ദേഹം ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു.